ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സഞ്ജു സാംസൺ അഥവാ സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന 30 വയസ്സുകാരനായ ഇന്ത്യൻ ക്രിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സഞ്ജു 30 വയസ്സുകാരനായ സഞ്ജു ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറിയിട്ട് 2025 ജൂലൈ 19 ആയപ്പോൾ 10 വർഷം തികഞ്ഞിരിക്കുന്നു. സഞ്ജു സാംസൺ തന്നെയാണ് ഈ സന്തോഷം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. നമ്മൾ 2015 ജൂലൈ 19 സിംബാബ്വേക്കെതിരെ അരങ്ങേറിക്കൊണ്ടാണ് സഞ്ജു സാംസൺ തൻ്റെ ഇൻ്റർനാഷണൽ കരിയർ ആരംഭിക്കുന്നത്. ബാറ്റിങ്ങിൽ അദ്ദേഹത്തിന് ചില നിർണായക ഇന്നിങ്സുകൾ കളിച്ചു എങ്കിലും അത്രയ്ക്ക് ഫോമാവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ആദ്യകാലങ്ങളിൽ. പിന്നീട് കുറേ നാൾ ടീമിൽ സെലക്ഷൻ ലഭിക്കാതിരുന്ന സഞ്ജു സാംസൺ അതിശക്തമായി തന്നെ IPL കൂടി തൻ്റെ ഫോം വീണ്ടെടുത്ത് വീണ്ടും ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയൊരു സഞ്ജു സാംസണെയാണ്. ബാറ്റിങ്ങിൽ അതിശക്തമായി അദ്ദേഹം തിരിച്ചു വന്നു. തുടർച്ചയായി 3 സെഞ്ചുറികൾ നേടി 2020 നമ്മളെ വിസ്മയിപ്പിച്ചു. ഇതുവരെ ഇന്ത്യക്കായി 16 OD മത്സരങ്ങളാണ് സഞ്ജു സാംസൺ കളിച്ചത്. 16 OD മത്സരങ്ങളിൽ നിന്നായി 510 റൺസ് നേടിയിട്ടുണ്ട്. അതിൽ 1 സെഞ്ചുറിയും 3 50യും ഉൾപ്പെടുന്നു. 2020 42 മത്സരങ്ങളാണ് സഞ്ജു സാംസൺ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്. അതിൽ 861 റൺസാണ് ഇതുവരെ നേടാൻ കഴിഞ്ഞത്. 3 സെഞ്ചുറിയും 2 50യും അതിൽ ഉൾപ്പെടുന്നു. IPL 177 മത്സരങ്ങൾ കളിച്ച സഞ്ജു സാംസൺ 4704 റൺസാണ് നേടിയത്. അതിലും 3 സെഞ്ചുറിയും 26 50യും ഉൾപ്പെടുന്നു. ഏകദേശം 219 സിക്സാണ് ഇതുവരെ അദ്ദേഹം നേടിയത്. നിലവിൽ സജീവ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ IPL നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സിൽ ടോപ്പ് 10 6 ഹിറ്റേഴ്സിലും അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സഞ്ജു സാംസണെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ചെന്നൈയിലേക്ക് പോകുമെന്നും മുംബൈയിലേക്ക് പോകുമെന്നും കൊൽക്കത്തയിലേക്ക് പോകുമെന്നും ചെന്നൈ കോച്ചുമായി അദ്ദേഹം സംസാരിച്ചുവെന്നും ചെന്നൈയുമായി പുതിയ ഡീലിൽ അദ്ദേഹം ഒപ്പിടാൻ തയ്യാറായി നിൽക്കുന്നുവെന്നും ട്രേഡ് വിൻഡോ വഴി അദ്ദേഹത്തെ ചെന്നൈ വാങ്ങാൻ ശ്രമിക്കുന്നുവെന്നും അതിന് പകരം 2 പ്ലെയേഴ്സിനെ രാജസ്ഥാനിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ധാരാളം അഭ്യൂഹങ്ങൾ എയറിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. എങ്കിലും സഞ്ജു സാംസണെ രാജസ്ഥാൻ റിലീസ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഒഫീഷ്യലി അറിയാൻ കഴിയുന്നത്. എന്തായാലും 1-2 മാസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു സ്ഥിരീകരണം നമുക്കറിയാൻ കഴിയും. സഞ്ജു സാംസൺ തന്നെയാണ് നിലവിൽ രാജസ്ഥാൻ്റെ ക്യാപ്റ്റനായി. ഇതുവരെ മറ്റാരെയും തീരുമാനിച്ചിട്ടില്ല. സഞ്ജു പരിക്കുമായി പുറത്തിരുന്നപ്പോൾ മാത്രമാണ് റയാൻ പരാഗ് രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തത്. എന്തായാലും 2026 രാജസ്ഥാനെ സഞ്ജു സാംസൺ തന്നെ നയിക്കുമെന്നാണ് ഇതുവരെയുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വഴി നമുക്കറിയാൻ കഴിയുന്നത്. എങ്കിലും അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ആകും ഒരു 2 മാസത്തിനുള്ളിൽ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്, സഞ്ജു സാംസൻ്റെ പുതിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ സഞ്ജു സാംസൺ ഏത് ടീമിന് വേണ്ടി IPL കളിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ ഫ്രണ്ട്സ്.